അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും. ആ മൊഴി ഈ പൂരത്തിന്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അതിനൊരു പ്രത്യേകതയില്ല. ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു മൊഴി പുറത്തു വരേണ്ട സമയം ഏതാണ്, പുറത്തു കൊണ്ടുവരാൻ നിശ്ചയിക്കുന്ന സമയം ഏതാണെന്നൊക്കെ ഓരോരുത്തരും അജണ്ട തീരുമാനിക്കും. ഇപ്പൊ വന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓരോ ചാനലുകളും പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചില്ലല്ലോ. രാവിലെ തൊട്ട് ഞാൻ ഘടകപുരങ്ങളിലേക്ക് പോയൊക്കെ അല്ല ആയിരുന്നത്. പിന്നെ മൊഴി കൊടുത്തത് എന്താണെന്ന് മൊഴി വായിച്ചു കേട്ട് ഒപ്പിട്ട് കൊടുത്ത ആൾക്കറിയാലോ. ആ മൊഴി കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മൊഴി എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയാ. ഓരോ ചാനലുകളിലും ഓരോന്ന് എഴുതി കാണിച്ചു. എൻ്റെ മൊഴി ഏതാണെന്ന് മൊഴി ഏറ്റുവാങ്ങിയവർക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിയപ്പോ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ഏഷ്യാനെറ്റിന് ഇത് പിടിച്ച ആൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. തൃശ്ശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ പൂരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ കമ്മീഷനാണ്. അവരാ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇപ്പോൾ അത് സംബന്ധിച്ച ഒരു വിവാദത്തിനും ഇടയില്ല. തൃശ്ശൂർ ഇപ്പോൾ ഒറ്റ മനസ്സായി, നിങ്ങൾ ഉൾപ്പെടെ ഒറ്റ മനസ്സായി 7-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്ന നേരം വരെ തൃശ്ശൂരിൽ 2025 പൂരമാണ്. ഉപചാരം ചൊല്ലി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ 26 പൂരമാണ്. ഇപ്പൊ അത്തരത്തിലൊരു അഭിപ്രായം പറയാൻ ഞാൻ മുതിരുന്നില്ല. കാരണം ഞാൻ രാവിലെ നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും കണ്ടില്ല. 6:30 മണി മുതൽ കണിമംഗലത്തെ ഘടകപൂരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തുടർച്ചയായ പരിപാടികളിലായിരുന്നു. ഞാൻ കണ്ടില്ല. എന്താണ് വിവാദം എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടത് മാത്രമേ ഉള്ളൂ. മൊഴി കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൊഴിയിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ മൊഴിയെടുത്തവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് അന്വേഷണത്തിന് വേണ്ടിയാണ്. അന്വേഷണ തീരുമാനം എടുക്കുമ്പോൾ ആ കാര്യത്തിൽ കൃത്യമായി വരും. പൂരത്തെ സംബന്ധിച്ച അന്വേഷണം വളരെ കൃത്യമാണെന്നും ആ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള അപാകതയുണ്ടെന്നും ഒരു ധാരണയും തൃശ്ശൂർക്കാർക്ക് ആർക്കുമില്ല. ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ, അത് കൃത്യമായി പോകാൻ നടത്തിപ്പിച്ച ആളുകളല്ലേ ഞങ്ങൾ. പിന്നെന്തിനാ പൂരം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൾച്ചറൽ ഇവന്റ് എന്ന് പറയാവുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു ചേരുന്ന ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും നന്നായി നടക്കട്ടെ. ഐക്യബോധത്തോടെ, പാരസ്പര്യത്തോടെ, ഒരേ മനസ്സോടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിവാദങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു. പൂരം സംബന്ധിച്ച് വിവാദങ്ങളിലൊന്നും ഏർപ്പെടാൻ മന്ത്രി കെ രാജൻ തയ്യാറല്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി.